വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഊണും ഉറക്കവും കളഞ്ഞുള്ള ജോലി ഭാരവും സമ്മർദ്ദവും അപകടമാകുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാം. വർക്ക് ലൈഫ് ബാലൻസ് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ജോലിയും ജീവിതവും സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസിക ശാരീരിക ആരോഗ്യത്തിന് വർക്ക് ലൈഫ് ബാലൻസ് അത്യാവശ്യമാണ്. പലപ്പോഴും പലർക്കും അതിന് സാധിക്കാറില്ലെന്നാണ് സത്യം. ജീവിതത്തിൽ ഏറിയ പങ്കും ജോലിക്കായി ചിലവഴിക്കുന്നതും ആരോഗ്യത്തിനോ കുടുംബത്തിനോ വേണ്ടി വേണ്ടത്ര സമയം മാറ്റിവെക്കാൻ കഴിയാത്ത പശ്ചാത്തപിക്കുന്ന ഏറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ മണിക്കൂറുകളോ ഊണും ഉറക്കവും കളഞ്ഞ് ജോലിക്കായി സമയം ചിലവഴിക്കുന്നത് നല്ലതാണോ? ഒരു ദിവസം എത്രത്തോളം സമയം വരെ ജോലിക്കായി ചിലവഴിക്കാം? ജോലി ശരീരത്തിന് താങ്ങാവുന്നതിലും അധികമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? അത് ആരോഗ്യത്തെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നീ കാര്യങ്ങളെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയും നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ആഴ്ചയിൽ 55 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ്. അതിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും വർക്ക് ലൈഫ് ബാലൻസ് നേടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. അമിത ജോലി ആരോഗ്യം നശിപ്പിക്കുമോ? തീർച്ചയായും പണ്ട് കാലങ്ങളിൽ ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി എന്നായിരുന്നു നയം. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമല്ല. മിക്ക ആളുകളും ആഴ്ചയിൽ 40 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാറുണ്ട്. ജോലിഭാരമോ കാര്യക്ഷമത കുറവോ മതിയായ ആളുകൾ ഇല്ലാത്തതോ വർക്ക് ഫ്രം ഹോമോ സമ്മർദ്ദമോ ഒക്കെ അതിന് കാരണമാകാം. എന്തായാലും ജോലി അമിതമായി ആഴ്ചയിൽ 55 മണിക്കൂർ എന്ന പരിധി മറികടക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ആ അവസ്ഥ പലതരത്തിൽ ആരോഗ്യത്തെ ബാധിക്കും. ഹൃദ്രോഗം, നെഞ്ചുവേദന, സ്ട്രോക്ക്, അസ്വസ്ഥതകൾ എന്നിവ അതിനെ തുടർന്ന് ഉണ്ടാകാം. അമിത ജോലിയുടെ പാർശ്വഫലങ്ങൾ. പലതരത്തിൽ ജോലി സമ്മർദ്ദം ആരോഗ്യത്തെ തകർക്കും. അമിതമായി ജോലി ചെയ്യുന്ന ഒരാളിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. അത് ബ്രെയിൻ ഫോഗ്, ശ്രദ്ധക്കുറവ്, ആശയക്കുഴപ്പം, അവ്യക്തത, അമിത രക്തസമ്മർദ്ദം അടക്കം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇന്ധനം വളരെ കുറച്ചുള്ള ഒരു വണ്ടി ഓടാൻ ശ്രമിക്കുന്നത് പോലെയാണ് ആ അവസ്ഥ. ഏറ്റവും മികച്ച രീതിയിൽ കാര്യക്ഷമമായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അവരുടെ ശരീരം അതിനൊത്ത് പ്രവർത്തിച്ചെന്ന് വരികയില്ല. ജോലി ഭാരത്തിന്റെയും ജോലി സമ്മർദ്ദത്തിന്റെയും ചില പാർശ്വഫലങ്ങൾ പരിശോധിക്കാം. ഉറക്കക്കുറവ്. അമിത ജോലിയുടെ ഒന്നാമത്തെ ലക്ഷണവും പാർശ്വഫലവും ഉറക്കക്കുറവാണ്. ഉറക്കം ശാരീരിക മാനസിക ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഉറക്കമില്ലായ്മയാൽ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു പോകും. മതിയായ ഭക്ഷണം ഇല്ലാതിരിക്കുക. മണിക്കൂറോളം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പലരും ഭക്ഷണക്കാര്യത്തിൽ അലസത കാണിക്കും. ചില ആളുകൾ പകൽ മുഴുവനും കഴിക്കാതിരിക്കും. ചിലർ സമയം തെറ്റി കഴിക്കും. മറ്റു ചിലർ ഒരു നേരം മാത്രം കഴിക്കും. ഇതൊന്നും നല്ല പ്രവണതകളല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴും. അത് ഊർജ്ജക്കുറവ് തോന്നിക്കും. ചില ആളുകൾ ഏറെ നേരം കഴിക്കാതിരുന്നതിന് ശേഷം കഴിക്കുന്നത് ആരോഗ്യത്തിന് നന്നല്ലാതെ ഭക്ഷണങ്ങൾ ആയിരിക്കും. വ്യായാമക്കുറവ്. അമിത ജോലി കാരണം എക്സസൈസ് ചെയ്യാൻ സമയമില്ലാത്ത ആളുകളുണ്ട്. സമയക്കുറവ് കാരണം നിങ്ങൾ ആദ്യം ഒഴിവാക്കുന്ന കാര്യം എക്സസൈസ് ആയിരിക്കും. എന്നാൽ എക്സസൈസ് മുടക്കാതിരുന്നാൽ ജോലി സമ്മർദ്ദവും നിരാശയും അമിത രക്തസമ്മർദ്ദവും ഹൃദ്രോഗ സാധ്യതയും പ്രമേഹ സാധ്യതയും കുറയ്ക്കാൻ സാധിക്കും. ബന്ധങ്ങളെ അവഗണിക്കൽ. ജോലി സമ്മർദ്ദം കാരണം സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിക്കാനോ സാമൂഹ്യമായ ഇടപെടലുകൾ നടത്താനോ കഴിയാത്തവരുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിനായി ചിലവഴിക്കുന്ന സമയത്തിലും കാര്യമായ കുറവുണ്ടാകും. എന്നാൽ ഒറ്റപ്പെടൽ ഇല്ലാതാക്കാനും ഓർമ്മ വർദ്ധിക്കാനും ചിന്താശേഷി മെച്ചപ്പെടുത്തുവാനും സാമൂഹ്യ ഇടപെടലുകൾ നല്ലതാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം. ജോലിയിൽ നിന്നുള്ള ആശ്വാസത്തിനായി ചില ആളുകൾ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും കൂട്ടുപിടിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് തൊഴിൽ ശേഷികളെയും കാര്യക്ഷമതയെയും ദോഷകരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.